ഹേ എവ്രി വൺ, ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. എന്താണ് നമ്മുടെ ഐപോഡ് ഡിസൈൻ ചെയ്ത ടോണി ഫാഡലും യൂട്യൂബറായ കേസി നൈസ്റ്റാറ്റും നത്തിങ്ങും തമ്മിൽ എന്താണ് ഒരു ബന്ധം? നത്തിങ് ഫോൺസിൽ അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നത്തിങ് ഫോണിന്റെ സിഇഒ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാൾ പെയ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രഗത്ഭനായ മൊബൈൽ ഫോൺ ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവ് ആണ്. പുള്ളിയാണ് വളരെ പോപ്പുലറായ വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കോ ഫൗണ്ട് ചെയ്തത്. അപ്പോൾ 2020 ഈ ബ്രാൻഡ് തുടങ്ങിയതിന് ശേഷം വളരെ പെട്ടെന്നാണ് ഇത്രയും ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിൽ ഇവർ ഉയർന്നു വന്നത്. അവരിറക്കിയ ആദ്യത്തെ ഫോണിന്റെ പേര് നത്തിങ് ഫോൺ 1 ആയിരുന്നു. അത് മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നത്തിങ് ഫോൺ 4ഉം 4A Pro വരെ വളരെ ഒരു റിമാർക്കബിൾ ഒരു ജേർണി തന്നെയാണ് നത്തിങ്ങിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈയിടെയായിട്ട് നത്തിങ് ആപ്പിളിനെ പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി പുറത്തേക്ക് വരുന്നില്ല നത്തിങ് ഫോൺസിൽ നിന്ന് എന്നുള്ള ഒരു അഭിപ്രായം വളരെയധികം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആണ് ഒന്ന് വിശകലനം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ഗിസ്മോ. ഇപ്പോൾ ഈ കാൾ പോയി ബെയ്ജിങ് ചൈനയിലാണ് ജനിച്ചത്. അന്നത്തെ മൊബൈൽ ഫോൺ രാജാവായിരുന്ന നോക്കിയയിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ആ സമയത്ത് പുള്ളി മെയ്സു എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫാൻ സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. നോക്കിയതിന് ശേഷം മെയ്സു കമ്പനി തന്നെ പുള്ളിന്റെ ഈ ഒരു ഫാൻ സൈറ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പുള്ളിക്ക് ജോലി കൊടുത്ത് പുള്ളി അവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം 2012 പുള്ളി ഓപ്പോയിൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ചൈനീസ് ബ്രാൻഡായ ഓപ്പോയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അത്ര ചെറിയ പ്രായത്തിലാണ് പുള്ളി അവിടെ ജോയിൻ ചെയ്യുന്നത്, അതും ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടറായിട്ട്. അപ്പോൾ പുള്ളിന്റെ ഒരു കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കാം. 2013 പീറ്റ് ലാവിന്റെ കൂടെ പുള്ളി വൺ പ്ലസ് എന്ന് പറഞ്ഞ് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് കോ ഫൗണ്ട് ചെയ്തു. അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല സ്പെക്സ് വളരെ കില്ലർ പ്രൈസിൽ കൊടുക്കുക, ബാക്കിയുള്ള ബ്രാൻഡ്സിനെയൊക്കെ ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചലഞ്ചർ ബ്രാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് വൺ പ്ലസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും അങ്ങനത്തെ ഡെവലപ്പിംഗ് മാർക്കറ്റിലൊക്കെ വളരെയധികം പോപ്പുലർ ആയിരുന്നു വൺ പ്ലസ്. 31 വയസ്സായപ്പോൾ പുള്ളി 2020 വൺ പ്ലസ് ലീവ് ചെയ്തു. പുള്ളി നത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി പോയത്. വളരെ ഡിസൈൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹവും പുള്ളിൻ്റെ ആ ഒരു വിഷനും കൊണ്ടാണ് പുള്ളി നത്തിങ് എന്നുള്ളൊരു ബ്രാൻഡ് UK, അതായത് ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞാൽ പോലും അവരുടെ ഫോൺസ് ചൈനയിലൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ മാനുഫാക്ചറിങ് സെനാറിയോ വെച്ച് ഗ്ലോബലി എല്ലാ കമ്പനികളും ചെയ്യുന്നത് പോലെ തന്നെ അവിടെയാണ് ചെയ്യുന്നത്. പക്ഷേ ഡിസൈൻ ടീമൊക്കെ ലണ്ടനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നോവേഷനും ഡിസൈനും എന്തുമാത്രം ഫോക്കസ് നത്തിങ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്കത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നത്തിങ്ങിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ഫോണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ 3 ആയാലും ഫോൺ 3A Pro, പിന്നെ ഫോൺ 4, ഇപ്പോൾ ഇറങ്ങുന്ന 4A Pro ഒക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഒരുവിധം എല്ലാം സെയിം ഡിസൈൻ വൈസും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊന്നും നമുക്ക് കാണുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് നത്തിങ് ആ ഒരു ട്രാപ്പിലേക്ക് വീണത്? നത്തിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതും. ആ കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യയാണ് ഏറ്റവും വലിയൊരു യൂസർ കമ്മ്യൂണിറ്റി അവർക്കുള്ളതും, ഒരു ഫാൻ ബേസും. അതുകൊണ്ട് തന്നെ വളരെ റീസെൻ്റ്ലി നിങ്ങൾക്കറിയാം, വൈറ്റ് ഓട്ടോറിക്ഷയൊക്കെ കാൾപോയി തന്നെ ഓടിച്ച് വന്ന് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ബാംഗ്ലൂർ തുറന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് നത്തിങ് ഫോൺസ് അത് ഡെലിവറി ചെയ്യാൻ പറ്റാതെ ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ബട്ട് നത്തിങ് ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ഡിസൈനിൽ ഈ ഗ്ലിഫ് ലൈറ്റ്സ് ആണ്. ഇത് ഫോൺ 2 ആണ്. ഫോൺ വന്ന സമയത്ത് ഇത് ഭയങ്കര ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് ഡിസൈൻ വൈസ് എല്ലാവരും വളരെയധികം ഓക്കെ നത്തിങ് ഫോൺ ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഡിസൈൻ എലിമെന്റ് തന്നെയായിരുന്നു. നമ്മൾ മ്യൂസിക്കിനനുസരിച്ച് ആ ഗ്ലിഫ് ലൈറ്റ്സ് മാറുന്നതും തേർഡ് പാർട്ടി ആപ്സിന്റെ ഒരു ഇൻറ്റഗ്രേഷൻ, ഊബർ നമ്മൾ പോകുന്നതിനനുസരിച്ചുള്ള പ്രോഗ്രസ് വരെ നമുക്ക് അതിലിങ്ങനെ ലൈറ്റ് ബാർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ സംഗതികൾ കൊണ്ടുവന്നതോടുകൂടി ആ ഒരു 2020 ഈ കംപ്ലീറ്റ്ലി ക്രൗഡഡ് റിയൽമി, ഷവോമി ഇങ്ങനെയുള്ള എല്ലാ ബ്രാൻഡ്സിന്റെ ഇടയിലും ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറായിട്ട് നത്തിങ്ങിന് ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അവരുടെ ഒരു ഐഡന്റിറ്റി ആ ഗ്ലിഫ് ഡിസൈനിൽ ലോക്കായ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നുള്ളത് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇവരുടെ ഈ ബാക്ക് ഡിസൈൻ. ഇത് വന്ന കാലത്ത് ഭയങ്കര അധികം നത്തിങ് മാത്രമാണ് ഒരു ഏകദേശം ഒരു ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇത് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചത്. ഫോണിൻ്റെ ഒരു ഇൻറ്റേർണൽസ് നമുക്ക് കാണുമെന്ന് പറഞ്ഞൊരു ഭയങ്കര ക്യൂറിയോസിറ്റി ഉളവാക്കുന്ന ഒരു സംഗതിയാണല്ലോ. അതും ഇപ്പോൾ എത്രക്ക് മാത്രം അവർക്ക് ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും, ഇത്രയല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും നത്തിങ് ഒരു സോർട്ട് ഓഫ് ഒരു ഡിസൈനിൽ കുടുങ്ങിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ലൂസ് ചെയ്യാതെ ഈ ഒരു ട്രാൻസ്പെറൻ്റ് എലിമെൻ്റ് ഇനി എങ്ങനെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവാത്ത ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നുള്ളത് ഈ റെക്ടാങ്കുലർ സ്ലാബ് കൺഫോമിറ്റി, അതായത് ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ്. ഫോൾഡിംഗ് ഫോൺസ് ഇല്ല, കർവ്ഡ് സ്ക്രീൻസ് ഇല്ല, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എലിമെൻ്റ്, ഒരു ഫോം ഫാക്ടർ നത്തിങ്ങിൻ്റെ ഒരു ഫോൺ 1 മുതൽ ഫോൺ 4 വരെ എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ആൾക്കാർ പറയുന്നത് ഈ ഒരു ഗ്ലിഫ് ലൈറ്റ്സിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു ഉപയോഗം, വെറുതെ ഒരു ഗിമ്മിക്ക് കാണിക്കുക എന്നുള്ളത്.
അല്ലാതെ വേറെ എന്താണ് അതിനെ കൊണ്ടൊരു ഉപകാരം എന്നുള്ളതാണ് ചോദിക്കുന്നത്. പല തേർഡ് പാർട്ടി ആപ്സും വളരെ കുറച്ച് ആപ്സ് മാത്രമേ ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഉള്ളത് ഇതിൻ്റെ ബാക്കിൽ എപ്പോഴും ഈ നത്തിങ് ഫോൺസിൽ മിസ്സാവുന്ന വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്. ഈവൻ പ്രീമിയം മിഡ് റേഞ്ച് പ്രൈസിങ് ആണെങ്കിൽ പോലും പല എല്ലാ മോസ്റ്റ് ഓഫ് നത്തിങ്ങിൻ്റെ ഫോൺസിലും വയർലെസ് ചാർജിങ് ഓപ്ഷൻ ഇല്ല. പക്ഷേ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടെന്നാണ്. ഇന്നത്തെ കാലത്ത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് അത്. ബഡ്ജറ്റ് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നത്തിങ് ഈ വയർലെസ് ഓപ്ഷൻ ചാർജിങ് ഓപ്ഷൻ തീരെ കൊടുക്കുന്നില്ലാത്തതും ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോൺസിൽ. പിന്നുള്ളത് നത്തിങ്ങിൻ്റെ ഈ കളർ ഓപ്ഷൻസ് ആകെ ഈ വൈറ്റും ഒരു ഗ്രേ ഓർ ബ്ലാക്ക് അങ്ങനത്തെ ഒരു ഡിസൈൻ മാത്രമാണ് നത്തിങ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2026 ഇപ്പോൾ ഇറങ്ങിയ നത്തിങ് ഫോൺ 4A ഒരു പുതിയ പിങ്ക് സോർട്ട് ഓഫ് ഡിസൈൻ കൊണ്ടുവന്നിട്ടില്ല, വിച്ച് ഇസ് നോട്ട് ബാഡ്. അപ്പോൾ ഒരു റാദർ ദാൻ ഇന്നോവേറ്റ് ചെയ്യുന്നതിന് പകരം ബാക്കിയുള്ള ഫോൺസിനേറ്റൊക്കെ ഒരു ക്യാച്ചപ്പ് പോലെയാണ്. എല്ലാം ഒരു സങ്കട കഥയല്ല. നത്തിങ്ങിൻ്റെ കേസിൽ വളരെയധികം അഡ്വാൻറ്റേജസും നത്തിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ യുണീക്ക് ആക്കുന്നതും അവർക്ക് നന്നായിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് നത്തിങ്ങിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സ്ലിക്കാണ്, ഫാസ്റ്റാണ്, ഫ്ലാറ്റാണ്. ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ വേറെ തന്നെ ഒരു യുണീക്ക് നത്തിങ് ഒരു ഡിസൈൻ കൊണ്ടുവന്നു. ആ റെഡും ബ്ലാക്കും ഉള്ള ഒരു കളർ തീം കോമ്പിനേഷനും ഡോട്ട് മാട്രിക്സ് ഫോണ്ടും മോണോക്രോം ഐക്കൺ പാക്സും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നത്തിങ്ങിൻ്റെ ഫോണ് ഒരു തീംഡ് ഫോണ് വന്ന പോലെയാണ് നമുക്ക് തോന്നാറ്. സാംസങ്ങിൻ്റെ ബോറിങ്ങും ആ യു ഐയും ഐഫോണിൻ്റെ ഒരു ബോറിങ് യു ഐയും ഒക്കെ ആ ഒരു സമയത്ത് റൺ ചെയ്യുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു റിഫ്രഷിങ് നത്തിങ് OS കൊണ്ടുവന്നത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ തന്നെയായിരുന്നു. ഇപ്പോഴും നത്തിങ്ങിൻ്റെ ഫോണ് അത് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഒരു അഡ്വാൻറ്റേജ് മിനിമൽ ബ്ലോട്ട് വെയർ ആണ്. ബാക്കിയുള്ള ചൈനീസ് ഫോൺസോ അല്ലെങ്കിൽ ഈവൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രീമിയം ബഡ്ജറ്റിലുള്ള മിഡ് പ്രീമിയം ഫോൺസ് പോലെ ആഡോ അല്ലെങ്കിൽ ബ്ലോട്ട് വെയറോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. സാംസങ് നൊട്ടോറിയസ് ആണല്ലോ ബ്ലോട്ട് വെയർ, നിങ്ങൾക്കറിയാമല്ലോ. ക്യാരിയർ ആപ്സോ ഡ്യൂപ്ലിക്കേറ്റ് ആപ്സോ അങ്ങനത്തെ ഒരു തലവേദനയും നമുക്കിതിൽ കാണാനില്ല. പിന്നുള്ളത് ഫോൺ 3A മുതൽ നത്തിങ് പ്രോമിസ് ചെയ്ത 6 year ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ്. പിന്നെ നത്തിങ്ങിന് വർക്കൗട്ട് ആവുന്ന ഒരു സംഗതി സ്നാപ്പി പെർഫോമൻസും സ്മൂത്ത് ആനിമേഷൻസുമാണ്. നത്തിങ് ഫോൺ നിങ്ങൾ കയ്യിലെടുത്തിട്ട് ഈവൻ 1-2 കൊല്ലം എടുത്ത ഫോണ് പോലും നിങ്ങൾ അൺലോക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്പീഡിൽ ആപ്പ് ഡ്രോയർ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ ഒരു ഫ്ലൂയിഡിറ്റിയും പെർഫോമൻസും. നേരെ മറിച്ച് നിങ്ങൾ വേറെ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും അത്രയും വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ഫോണ് ആ ഒരു ലെവൽ ഓഫ് സ്മൂത്ത്നെസ് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നുള്ളത് ഒരു ഐഡിൽ ടൈമിൽ അണ്ടർ 3GB റാം മാത്രമാണ് ഒരുവിധ എല്ലാ നത്തിങ്ങിൻ്റെ മോഡൽസും യൂസ് ചെയ്യുന്നത്. റാം മാനേജ്മെൻറ്റ് വളരെ എഫിഷ്യൻ്റ് ആണ്. പിന്നുള്ളത് ഇത്രയും ബഡ്ജറ്റ് പ്രൈസിങ്ങിൽ 120 Hz അല്ലെങ്കിൽ 120+ Hz റിഫ്രഷ് റേറ്റ് തന്നിട്ട് നല്ല ഒരു LTPO ഡിസ്പ്ലേ ആണ് പല മോഡൽസിലും നത്തിങ് തരുന്നത്. കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആണ് വിത്തൗട്ട് അഗ്രസീവ് ത്രോട്ടിലിംഗ്. പിന്നുള്ളതൊരു പ്രീമിയം ഫീലാണ് നമുക്കിത് ഫോൺ കയ്യിൽ പിടിക്കുന്ന സമയത്ത്. ഗൊറില്ല ഗ്ലാസ് ഫ്രണ്ടും നല്ല മെഷീൻഡ് ഫ്രെയിംസും ഒക്കെയാണ് എല്ലാ മോഡൽസിലും ഒരുവിധം തരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള എ റേഞ്ച് മോഡൽസിൽ വരെ IP റേറ്റിംഗ്സ് നല്ലതാണ്. വെയ്റ്റും ഇൻഹാൻഡ് ഫീലും ഭയങ്കര അടിപൊളിയാണ്. എർഗോണമിക് ആണ് നമ്മളെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഹാർഡ്വെയർ നമ്മൾ ആ പ്രൈസ് പോയിന്റ് ശരിക്കും ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. OnePlusൽ കാൾപൈ ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെയും പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. ഫോണിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഫോൺ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ പ്രീമിയം അല്ലേ എന്ന് തോന്നിപ്പോകും നമ്മൾ വാങ്ങിച്ച ഒരു പ്രൈസ് റേഞ്ചിനായിട്ട് കമ്പയർ ചെയ്യും. ഫോൺ ഒരു എവല്യൂഷന് തടസ്സമായി ആ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിൽ ലോക്കായിപ്പെട്ട ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലിഫ് ലൈറ്റ്സ് ഇതൊക്കെയാണ് അതിങ്ങനെ ഒരു വേറിട്ട് ഒരു ഫോൺ ആക്കുന്നത് പോലും. ഇപ്പോൾ പുതിയ മോഡൽസിലൊക്കെ AI ഇത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കറിയാം പല ഫോൺസിലും AI എന്ന് പറഞ്ഞിട്ട് വളരെ ഗിമ്മിക്സ് മാത്രമാണ് നമ്മൾ കാണുന്നത്, ഒരു ഉപകാരമില്ലാത്ത ഫീച്ചേഴ്സാണ്. പക്ഷേ നത്തിങ്ങിൻ്റെ കേസിൽ അവർ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണ്, യൂസ്ഫുൾ ആയിട്ടുള്ള AI കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത്. ഇപ്പോൾ കണ്ടന്റ് ക്യാപ്ചർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒരു AI പവേർഡ് സെക്കൻഡ് മെമ്മറി നത്തിങ് ഫോൺസിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റന്റ് AI ആക്സസിന് ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ 3A 3 അങ്ങനത്തെ മോഡൽസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 4Aയിലും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ഫോൺസിനായിട്ട് നത്തിങ്ങിനെ വളരെയധികം ഡിസ്റ്റിങ്ക്റ്റ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ക്യാമറ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 50 മെഗാപിക്സൽ സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് 4A Proയിൽ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ സോണിൻ്റെ പുതിയ ക്യാമറയും പെരിസ്കോപ്പ് ടെലിഫോട്ടും അവർ 4Aയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നത്തിങ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നവരുടെ ഹാർഡ്വെയർ നല്ല ഒപ്റ്റിമൈസ് ചെയ്യാനും സോഫ്റ്റ്വെയർ വളരെ പെർഫെക്റ്റ് ആക്കി
ഈവൻ ഒരു ഡിസ്റ്റിങ്റ്റീവ് ഐക്കോണിക് ലുക്ക് കൊണ്ടുവരാനുമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് നത്തിങ്ങിന് ഇപ്പോൾ ഒരു ഡിസൈൻ ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡിസൈൻ ഇതിൽ ഐഡൻറ്റിറ്റി തന്നെ അവർക്കൊരു പാരയായി മാറിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ പറയില്ല അനുഗ്രഹം തന്നെ നമുക്ക് ശാപമായി മാറുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്ന് തോന്നുന്നു നത്തിങ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമ്മറൈസ് ചെയ്യണമെങ്കിൽ ഒരു ബ്രൈറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഒരു ബഡ്ജറ്റ് ആൻഡ് മീഡിയം ബഡ്ജറ്റ് പ്രീമിയം ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് നത്തിങ് തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ആ ട്രൂത്ത് നമ്മൾ കണ്ടതുപോലെ നത്തിങ് ഫോൺസിൻ്റെ ഡിസൈൻ എവല്യൂഷൻ സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോൾ ജെനുവിൻ ആയിട്ട് ഒരു ഹാർഡ്വെയർ ഫോം ഫാക്ടർ ബ്രേക്ക് ത്രൂ ഇല്ലാതെ, അതായത് കേർവ്ഡ് ഫോൺസോ അല്ലെങ്കിൽ ഫോൾഡിങ് ഫോൺസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ എലിമെൻറ്റ് റിയലി ഡിഫറെൻ്റ് ആയിട്ട് നത്തിങ് ചെയ്തിട്ടില്ലെങ്കിൽ നത്തിങ് ശരിക്കും വളരെയധികം ഹൈ റിസ്കിലാണ്. പഴയ നമ്മുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ട് ഡിസൈനിൽ റെവല്യൂഷൻ കൊണ്ടുവന്ന HTC ഫോൺസ് പോലെ തന്നെ സൈഡ് ലൈൻഡ് ആയി പോകുവാൻ വളരെയധികം റിസ്ക് നത്തിങ് ഫോൺസിന് ഇപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൻ്റെ കാര്യത്തിലുണ്ട്. എന്താണ് നത്തിങ്ങിൻ്റെ ഭാവി? സ്മാർട്ട് ഫോൺസ് മാത്രമല്ല നത്തിങ് ചെയ്യുന്നത്, ട്രാൻസ്പെറൻറ്റ് ഇയർഫോൺസ്, ഇയർ ബഡ്സ്, വളരെ ഡിസൈൻ ഫോക്കസ്ഡ് ആയിട്ട് സെപ്പറേറ്റിംഗ് ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സും ഹൈ എൻഡ് ആയിട്ട് പുഷ് ചെയ്യുന്ന ഒരു കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സും നല്ല അഗ്രസീവ് പ്രൈസ് പോയിന്റിൽ നത്തിങ് ഇറക്കുന്നുണ്ട്. അപ്പോൾ മോർ ദൻ ഒരു സ്മാർട്ട് ഫോൺ അവർക്ക് ബാക്കിയുള്ള പ്രൊഡക്ട്സും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് CMF എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ബ്രാൻഡ് സ്പിൻ ഓഫ് ചെയ്തിട്ട് അവർ കുറച്ചും കൂടെ പ്രോഫിറ്റബിലിറ്റി അവർ അലൈവായിട്ട് നിർത്തുന്നുണ്ട്. കാൾപൈ എന്ന് പറയുന്നത് ഒരു ചെറിയ നിസ്സാരക്കാരനല്ല. യു കനോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് കാൾപൈ. OnePlus എന്നുള്ള ഒരു ബ്രാൻഡ് ഒരു മൂവ്മെന്റ് ആക്കി മാറ്റിയ ആളാണ്. അതേപോലെ തന്നെ പുള്ളി അത് വീണ്ടും നത്തിങ്ങിൽ തന്നെ ചെയ്തു. അത് ഭയങ്കര ഒരു റിമാർക്കബിൾ ഫീറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ, അത്രയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാർക്കറ്റിൽ പുള്ളി വന്നിട്ട് വളരെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് 2021 ഈ ഒരു ബ്രാൻഡ് ഇത്രയും വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി അത് വീണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് നത്തിങ്ങിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാനും ചാൻസസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ദിസ് മോം.